വെൽക്കം സ്റ്റുഡൻസ്. സ്റ്റാൻഡേർഡ് 9 ദ എറ ഓഫ് എക്സ്ചേഞ്ചസ് ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് എന്ന ചാപ്റ്ററാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് സിൽക്ക് റൂട്ട്, സ്പൈസ് റൂട്ട്, ഗിൽസ് അങ്ങനെയുള്ള കാര്യങ്ങളാണ്, ഗിൽസിൻ്റെ റെസ്പോൺസിബിലിറ്റീസ്. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് മെഡീവിയൽ എഡ്യൂക്കേഷനെ കുറിച്ചിട്ടാണ്, മധ്യകാല വിദ്യാഭ്യാസത്തെക്കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് നോക്കുക. അവിടെ ഫസ്റ്റ് തന്നെ ഒരു ബൊളോണ സർവകലാശാല കൊടുത്തിട്ടുണ്ട്, കൊർദോവ സർവകലാശാല. അപ്പോൾ ഇവയൊക്കെ ആരാണ് നിർമ്മിച്ചത്, എങ്ങനെയാണ് അതിൻ്റെ ആവിർഭാവം, അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ അടിസ്ഥാന വിദ്യാഭ്യാസം സർവകലാശാലകൾ ഗ്രീക്കോ റോമൻ വിജ്ഞാനം, ഇസ്ലാമിക വിജ്ഞാനം എന്നിവയുടെ വ്യാപനം മധ്യകാലഘട്ടത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷതയായിരുന്നു. എക്സ്പാൻഷൻ ഓഫ് ദി ബേസിക് എഡ്യൂക്കേഷൻ, യൂണിവേഴ്സിറ്റീസ്, ഗ്രീക്കോ റോമൻ നോളേജ് ആൻഡ് ഇസ്ലാമിക് നോളേജ് were the features of the medieval age. And many schools sprang up during this period for imparting primary education. അപ്പോൾ പ്രൈമറി എഡ്യൂക്കേഷൻ, പ്രാഥമിക വിദ്യാഭ്യാസം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്കൂളുകൾ അവിടെ ആവിർഭവിച്ചു. ദ മേജർ സബ്ജക്ട്സ് തോട്ട് ഇൻ ദ മിഡീവൽ സ്കൂൾസ് വേർ. അപ്പം ഈ മിഡീവൽ സ്കൂൾസിൽ പ്രധാനപ്പെട്ട പഠിപ്പിച്ചെന്ന് വെച്ചാൽ ഗ്രാമർ, ലാറ്റിൻ, അസ്ട്രോണമി, ലിറ്ററേച്ചർ, ഫിലോസഫി, മാത്തമാറ്റിക്സ് ആൻഡ് ലോസ് ഓഫ് നേച്ചർ. എന്ന് വെച്ചാൽ ഗണിതം, പ്രകൃതി നിയമങ്ങൾ, വ്യാകരണം, ലാറ്റിൻ ഭാഷ, സാഹിത്യം, തത്വചിന്ത തുടങ്ങിയവയാണ് പഠിപ്പിച്ചിരുന്നത്. പിന്നീട് ഇവിടുത്തെ മധ്യകാല യൂറോപ്പിലെ സ്ത്രീകൾ വിദ്യാഭ്യാസത്തിന് അവസരം ലഭിച്ചിരുന്നത് കുറച്ച് പേർക്ക് മാത്രമായിരുന്നു. സ്ത്രീകളിൽ അത് കന്യാസ്ത്രീകൾക്ക്. പിന്നീട് അപൂർവം ചില പ്രഭുക്കന്മാരുടെയും ഭരണാധികാരികളുടെയും മക്കൾക്ക് മാത്രമാണ് സ്ത്രീകളിൽ വിദ്യാഭ്യാസം ലഭിച്ചിരുന്നത്. എഡ്യൂക്കേഷൻ വർ ഗിവൺ ഫോർ നൺസ് ആൻഡ് ദി ചിൽഡ്രൻ ഓഫ് റൂളേഴ്സ് ആൻഡ് നോബിൾസ് among the women. The medieval education was not confined to the primary level. University education also began to ഫ്ലറിഷ്. അപ്പം മധ്യകാല വിദ്യാഭ്യാസത്തിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് അത് പ്രാഥമിക തലത്തിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. പിന്നീടോ സർവകലാശാല വിദ്യാഭ്യാസത്തിന് അക്കാലത്തിന് വ്യാപകമായ പ്രചരണമുണ്ടായി. വ്യാപകമായിട്ട് സർവകലാശാല വിദ്യാഭ്യാസം ലഭിക്കുകയുണ്ടായി. അവിടെ അവർ പഠിപ്പിച്ചിരുന്ന തത്വചിന്ത, നിയമം, സാഹിത്യം, വൈദ്യശാസ്ത്രം, വിവിധ ഭാഷകൾ, ജാമിതി തുടങ്ങിയവയായിരുന്നു ഈ സർവകലാശാലകളിൽ അവർ പഠിപ്പിച്ചിരുന്നത്. മെയിൻ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഫിലോസഫി, ലിറ്ററേച്ചർ, മെഡിസിൻ, ലാംഗ്വേജസ്, geometry and law. Many universities were established in Europe in 11th and 12th centuries. അപ്പോൾ യൂറോപ്പിൽ 11ാം നൂറ്റാണ്ടിലും 12ാം നൂറ്റാണ്ടിൻ്റെയും ഇടയിൽ ഒരുപാട് യൂണിവേഴ്സിറ്റീസ് സ്ഥാപിക്കുകയുണ്ടായി. അതിൽ ഇമ്പോർട്ടൻ്റ് പറയുന്നത് ബൊളോഗ്ന ഇറ്റലി, കോൺസ്റ്റാന്റിനോപ്പിൾ ടർക്കി, പാരീസ് ഫ്രാൻസ്, ഓക്സ്ഫോർഡ് ആൻഡ് കേംബ്രിഡ്ജ് ഇംഗ്ലണ്ട്. Another important university was the Cordoba University established by the Arabs in the Spain. ഈ കൂട്ടത്തിൽ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് അറബികൾ സ്പെയിനിൽ സ്ഥാപിച്ച കൊർദോവ യൂണിവേഴ്സിറ്റി ആയിരുന്നു. ബൊളോഗ്നയുടെയും കൊർദോവയുടെയും ചിത്രങ്ങളോടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ടെന്ന് നോക്കുക. വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ദിസ് യൂണിവേഴ്സിറ്റി വാസ് എ ലൈബ്രറി വിച്ച് ഹാഡ് തൗസൻഡ്സ് ഓഫ് മാനുസ്ക്രിപ്റ്റ്. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റിയുടെ സവിശേഷത എന്ന് പറയുന്നത് ധാരാളം കൈയെഴുത്ത് പ്രതികളുള്ള ഒരു ലൈബ്രറി ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഈ കൊർദോവ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നതിൽ മനുസ്ക്രിപ്റ്റ് എന്ന് വെച്ചാൽ കൈയെഴുത്ത് പ്രതികളാണ് അവിടെ സൂക്ഷിച്ചിരുന്നു. പിന്നീട് ഇവിടെ ഗ്രീക്ക്, സിറിയക്ക്, പേർഷ്യൻ, സംസ്കൃതം എന്നീ ഭാഷകൾ പഠിക്കാനുള്ള സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. സർവകലാശാലയിലെ ലൈബ്രറിയിൽ ഈ ഭാഷകളിലുള്ള ഗ്രന്ഥങ്ങളുടെ അറബി തർജ്ജിമയും പഠിക്കാനായിട്ടുള്ള എളുപ്പത്തിന് വേണ്ടി ലഭ്യമായിരുന്നു. അറബിക് വേർഷൻ ഓഫ് ദ ബുക്സ് ഒറിജിനലി റിട്ടൺ ഇൻ ദിസ് ലാംഗ്വേജസ് വർ അവൈലബിൾ ഇൻ ദ ലൈബ്രറി ഓഫ് ദിസ് യൂണിവേഴ്സിറ്റി. ദ അഡ്വാൻസ്മെൻറ്റ് ഓഫ് എഡ്യൂക്കേഷൻ വാസ് നോട്ട് കൺഫൈൻഡ് ടു ദി യൂറോപ്പ്. അപ്പം വിദ്യാഭ്യാസത്തിൻ്റെ നേട്ടമെന്ന് പറയുന്നത് മധ്യകാലഘട്ടത്തിൽ യൂറോപ്പിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. ഇറ്റ് ബിഗാൻ ടു പ്രോസ്പർ ഇൻ സെൻട്രൽ ഏഷ്യ ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് ദി അബ്ബാസൈഡ് കാലിഫേറ്റ്. അബ്ബാസൈഡ് കാലിഫേറ്റിൻ്റെ കാലഘട്ടത്തിൽ അത് മധ്യ ഏഷ്യയിലും ധാരാളമായിട്ട് പ്രചരിച്ചു. പ്രൈമറി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്ന മക്തബുകൾ, അതായത് പ്രാഥമിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായിട്ടുള്ള മക്തബുകൾ അവിടെ സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ടഡ് ഫ്രം ദ 10th century ഓൺവേർഡ്സ്. 10ാം നൂറ്റാണ്ട് മുതൽ സ്റ്റാർട്ട് ചെയ്തു. അവിടെ were children between the age of 6 and 14 were educated. 6 മുതൽ 14 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളെയാണ് ഈ മക്തബുകളിൽ പഠിപ്പിച്ചിരുന്നത്. There were facilities for women education in the Arab world. അപ്പോൾ അറബ് ലോകത്ത് എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസ സൗകര്യം കൂടി ഉണ്ടായിരുന്നു. സ്ത്രീകൾക്ക് പഠനത്തിലൂടെ ഇജാസ് എന്ന് പറയുന്ന ഡിഗ്രി നേടി അധ്യാപികമാരാകാനുള്ള അവസരവും ഉണ്ടായിരുന്നു. ആ പേര് നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ്. ടീച്ചേഴ്സ്, ലേഡീസ് were given the opportunities to become teachers by attaining the degree ഇജാസ്.
The universities of Baghdad and Damascus of Central Asia, the Al-Azhar University of Egypt, etc. were the noteworthy educational institutions of the medieval period. അപ്പോൾ മധ്യകാലഘട്ടത്തിലെ മറ്റ് പ്രധാനപ്പെട്ട ശ്രദ്ധേയമായ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് മധ്യ ഏഷ്യയിലെ ബാഗ്ദാദ്, ദമാസ്കസ് എന്നിവിടങ്ങളിലുള്ള സർവകലാശാലകളും ഈജിപ്തിലെ അൽ-അസർ സർവകലാശാലകളുമാണ്. പിന്നീട് മധ്യകാലഘട്ടത്തിൽ കിഴക്കനേഷ്യൻ പ്രദേശങ്ങളും വിദ്യാഭ്യാസ പുരോഗതിക്ക് സാക്ഷ്യം വഹിച്ചു കേട്ടോ. അത് നമ്മൾ ഓർക്കേണ്ടതാണ്. ദ ഫാർ ഈസ്റ്റ് ഓൾസോ വിറ്റ്നസ്ഡ് ദി പ്രോഗ്രസ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻ ദ മിഡീവൽ പീരീഡ്. ഫ്രം ദി ഏൻഷ്യൻറ്റ് പീരീഡ് ഓൺവേർഡ് സ്കൂൾസ് വർ എസ്റ്റാബ്ലിഷ് ഇൻ വേരിയസ് പ്ലേസസ് ഇൻ ചൈന. അപ്പം പ്രാചീന കാലം മുതൽ തന്നെ ചൈനയുടെ വിവിധ പ്രദേശങ്ങളിലും സ്കൂളുകൾ ധാരാളം സ്ഥാപിച്ചിരുന്നു. വ്യക്തിത്വ വികാസത്തോടൊപ്പം കുടുംബത്തിനും രാജ്യത്തിനും ഗുണപരമായ സംഭാവനകൾ നൽകാൻ കഴിയുന്നവയാണ് വിദ്യാഭ്യാസം എന്ന ഒരു വിശ്വാസമായിരുന്നു ഇതിന് പിന്നിൽ. അവരുടെ ഒരു ബിലീഫായിരുന്നു അത്. ദിസ് വാസ് ബേസ്ഡ് ഓൺ ദ കൺവിക്ഷൻ ദാറ്റ് അലോങ് വിത്ത് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻഡിവിജ്വൽ എഡ്യൂക്കേഷൻ ബെനിഫിറ്റ്സ് ദ ഫാമിലി ആസ് വെൽ ആസ് ദി നേഷൻ. അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണല്ലോ. ലേണിംഗ് സ്റ്റാർട്ടഡ് ഇൻ ദി എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അറ്റ് ദി ഏജ് ഓഫ് ദി 6 ഇൻ ചൈന. അപ്പോൾ ചൈനയിൽ വിദ്യാഭ്യാസം ആരംഭിച്ചിരുന്നത് കാലഘട്ടത്തിൽ 6-ാമത്തെ വയസ്സ് മുതലായിരുന്നു. ഇൻ മെജോറിറ്റി ഓഫ് ദി സ്കൂൾസ് നോളേജ് വാസ് ഇമ്പാർട്ടഡ് ബൈ എ സിംഗിൾ ടീച്ചർ. അപ്പം അവിടെ എന്ന് പറയുന്നത് ഭൂരിഭാഗം ഏകാധ്യാപക വിദ്യാലയങ്ങളായിരുന്നു. നമ്മൾ ഇന്നത്തെ പോലെ ഓരോ വിഷയത്തിന് പ്രത്യേക അധ്യാപകരൊന്നും അല്ല, ഏകാധ്യാപക വിദ്യാലയങ്ങളായിരുന്നു ചൈനയിലുണ്ടായിരുന്നത്. പിന്നീട് ബുദ്ധ വിഹാരങ്ങളോട് ചേർന്നുള്ള പഠന കേന്ദ്രങ്ങളിൽ ബുദ്ധമത ദർശനവും അവിടെ നിർബന്ധമായിരുന്നു ചൈനയിൽ. ബുദ്ധിസ്റ്റ് ഫിലോസഫി വാസ് എ കമ്പൽസറി സബ്ജക്റ്റ് ഇൻ ദ സ്കൂൾസ് അറ്റാച്ച്ഡ് ടു ദി ബുദ്ധിസ്റ്റ് വിഹാരാസ്. ദ ഗുരുകുല സിസ്റ്റം വേർ ദി സ്റ്റുഡൻസ് ലിവ്ഡ് വിത്ത് എ ടീച്ചർ പ്രിവെയിൽഡ് ഇൻ ദ മിഡീവൽ ഇന്ത്യ ഓൾസോ. അപ്പം മധ്യകാല ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു സമ്പ്രദായമായിരുന്നു ഗുരുകുല സമ്പ്രദായം. അതായത് കുട്ടികൾ അധ്യാപകരോടൊപ്പം താമസിച്ച് പഠിക്കുക, അല്ലേ? ഇന്നത്തെ കാലത്ത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല, അല്ലേ? വ്യാകരണം, ഭാഷ, സാഹിത്യം, തത്വചിന്ത, ജ്യോതിശാസ്ത്രം തുടങ്ങിയ വിഷയങ്ങളാണ് ഇവിടെ പ്രധാനമായിട്ടും പഠിപ്പിച്ചിരുന്നത്. അപ്പം ഗുരുകുലങ്ങളിൽ പഠിപ്പിച്ചിരുന്നത് ഇത്രയും വിഷയങ്ങളായിരുന്നു. ദക്ഷിണേന്ത്യയിൽ മധ്യകാലഘട്ടത്തിൽ ക്ഷേത്രങ്ങളോട് അനുബന്ധിച്ച് നിരവധി വിദ്യാലയങ്ങളും നിലനിന്നിരുന്നു. അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. മെനി എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അറ്റാച്ച്ഡ് ടു ദ ടെമ്പിൾസ് പ്രിവെയിൽഡ് ഇൻ ദ സൗത്ത് ഇന്ത്യ ഡ്യൂറിങ് ദി മിഡീവിയൽ പീരീഡ്. Then conduct a discussion on the role of education in the progress of the medieval society. അവിടെ ഒരു മധ്യകാല സമൂഹത്തിൻ്റെ പുരോഗതിയിൽ വിദ്യാഭ്യാസം വഹിച്ച പങ്ക് ചർച്ച ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞതിൽ വെച്ച് നിങ്ങൾ അതൊന്ന് ക്രോഡീകരിക്കുക സ്വയം. പിന്നീട് നിങ്ങളുടെ അവിടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഒരു ചെറിയൊരു കോളം കൊടുത്തിട്ടുണ്ട്. ആ കോളം എന്താണെന്ന് നിങ്ങളൊന്ന് നോക്കുക. Making of the books. Thousands of the people were engaged in the profession of preparing manuscript in the libraries of Cordoba, Baghdad and Cairo. അവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ നേരത്തെ യൂണിവേഴ്സിറ്റീസിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അതായത് കൊർദോവയിലെയും ബാഗ്ദാദിലെയും കെയ്റോയിലെയും വായനശാലകളിൽ ആയിരക്കണക്കിന് ആളുകൾ കയ്യെഴുത്ത് പ്രതികൾ തയ്യാറാക്കുന്നതിനുള്ള ജോലിയിൽ ഏർപ്പെട്ടിരുന്നു. പിന്നീട് തുണിയിൽ നിന്ന് നിർമ്മിക്കുന്ന പേപ്പറായിരുന്നു അവരിതിനു വേണ്ടി ഉപയോഗിച്ചിരുന്നത്. മരത്തിൽ നിർമ്മിച്ച അച്ചുകളും അവർ ഉപയോഗിച്ചിരുന്നു. ലോകത്തെ ആദ്യത്തെ പേപ്പർ മിൽ ബാഗ്ദാദിലാണ് സ്ഥാപിക്കപ്പെട്ടത്. രണ്ടാമത്തേത് കൊർദോവയിലേതും. അത് നിങ്ങൾ ഒന്ന് ജനറൽ നോളേജിന് വേണ്ടി ഓർത്തിരിക്കുക. ദ ഫസ്റ്റ് പേപ്പർ മിൽ ഓഫ് ദി വേൾഡ് വാസ് ഫസ്റ്റ് എസ്റ്റാബ്ലിഷ്ഡ് അറ്റ് ബാഗ്ദാദ് ആൻഡ് ദി സെക്കൻഡ് വൺ അറ്റ് ദി കൊർദോവ. ദെൻ നെക്സ്റ്റ് വൺ വാട്ട് യു ഹാവ് ടു ലേൺ ഈസ് ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ. അവിടെ ഒരു റോമൻസ്ക്യൂ സ്റ്റൈലിൽ ഒരു ബിൽഡിംഗ് കൊടുത്തിട്ടുണ്ട്. ഒരു മനോഹരമായിട്ടുള്ള ബിൽഡിംഗ്, ഒരു കുന്നിൻ്റെ താഴ്വാരത്തിൽ താഴെ. പിന്നെ ഗോത്തിക് സ്റ്റൈലിലൊരു ബിൽഡിങ്, പിന്നീട് കരോളിൻഷ്യൻ സ്റ്റൈലൊരു ബിൽഡിങ്. ഇതുപോലത്തെ ബിൽഡിങ്സൊക്കെ നമുക്കിപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ ഇതിൻ്റെ ഒരു മിക്സൊക്കെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ആ കാലഘട്ടത്തിൽ വന്നിരുന്ന കലയിലെയും സാഹിത്യത്തിലെയും മാറ്റങ്ങൾ, പുരോഗതി എന്തൊക്കെയാണെന്ന് നോക്കാം. ദീസ് പിക്ചേഴ്സ് ഇൻഡിക്കേറ്റ് ദ അഡ്വാൻസ്മെൻറ്റ് ഓഫ് ദ മിഡീവിയൽ വേൾഡ് ഇൻ ദ ഫീൽഡ് ഓഫ് ആർക്കിടെക്ചർ. അപ്പം ഈ ചിത്രങ്ങൾ എന്താണ് കാണിക്കുന്നതെന്ന് വെച്ചാൽ മധ്യകാല ലോകം അവിടുത്തെ വാസ്തുവിദ്യയിൽ കൈവരിച്ച പുരോഗതി സൂചിപ്പിക്കുന്ന ചിത്രങ്ങളാണ്. റോമനസ്ക്, ഗോത്തിക്
ശൈലികളെക്കുറിച്ച് നമ്മൾ നേരത്തെ മുൻപത്തെ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. 8ാം ക്ലാസ്സിലും 7ിലൊക്കെ നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ട്. പിന്നീട് ഇതിന് പുറമെ പ്രാചീന റോമൻ വാസ്തുശൈലിയെ ബൈസാൻറ്റൈൻ വാസ്തുശൈലിയുമായി യോജിപ്പിച്ച ഒരു പുതിയ ശൈലി ഷാലമീൻ ചക്രവർത്തി രൂപപ്പെടുത്തി ആണ് അതിൻ്റെ പ്രത്യേകത. In the period previous classes we have learned about the Romanesque and Gothic styles. Emperor Charlemagne formed a new style by combining ancient Roman styles with the Byzantine style. This is known as Carolingian style. What is known as Carolingian style എന്ന് ചോദിച്ചാൽ Emperor Charlemagne formed a new style. ഒരു പുതിയ സ്റ്റൈൽ ഷാലമീൻ കൊണ്ടുവന്നു. എന്തൊക്കെ ചേർത്ത് കമ്പൈനിങ് ദ ഏൻഷ്യൻ്റ് റോമൻ സ്റ്റൈലും ബൈസാൻറ്റൈൻ സ്റ്റൈലും കൂടെ ചേർത്ത് കൊണ്ടുവന്നു. ഇതിനെയാണ് കരോളിഞ്ചിയൻ സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ആർ ദി ഡോംസ്. അതിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് ഡോംസ്, ആർച്ച് ഷേപ്ഡ് ഡോർസ്, ഹ്യൂജ് പില്ലേഴ്സ് ആൻഡ് മൊസൈക്ക് ഫ്ലോർസ്. അപ്പോൾ ഈ കരോളിഞ്ചിയൻ സ്റ്റൈലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് പ്രാധാന്യം വെച്ചാൽ താഴിക കുടങ്ങൾ, ഡോംസ്, പിന്നീട് കമാനാകൃതിയിലുള്ള വാതിലുകളും വലിയ തൂണുകളും പിന്നീട് മൊസൈക്ക് തറകളുമായിരുന്നു. പിന്നീട് നെക്സ്റ്റ് പാരഗ്രാഫിൽ ദ യൂറോപ്യൻസ് ഗോട്ട് അക്വൈൻറ്റഡ് വിത്ത് ഇസ്ലാമിക് കൾച്ചർ ഡ്യൂറിങ് ദി ക്രൂസേഡ്സ്. അപ്പം യൂറോപ്യൻസിന് കുരിശ് യുദ്ധങ്ങളുടെ കാലഘട്ടത്തിലാണ് ഇസ്ലാമിക സംസ്കാരവുമായിട്ട് കൂടുതൽ പരിചയം ഉണ്ടായത്. ക്രൂസേഡ്സ് എന്ന് വെച്ചാൽ കുരിശ് യുദ്ധങ്ങളാണ്. കലയും സാഹിത്യവും ഈ കാലഘട്ടത്തിൽ വിനിമയം ചെയ്യപ്പെട്ടു. അപ്പോൾ കലയും സാഹിത്യവും ക്രൂസേഡ്സിൻ്റെ സമയത്ത് വിനിമയം ചെയ്യപ്പെട്ടു. പൗരസ്ത്യ കലയും വാസ്തുശില്പവും പാശ്ചാത്യ ശൈലിയിൽ വ്യാപകമായ സ്വാധീനം ചെലുത്തി. അപ്പം പൗരസ്ത്യ കലയെന്ന് പറയുന്ന ഈസ്റ്റേൺ ആർട്ട്, the western style and profoundly influenced the eastern art and the architecture. Then the Platonic Academy of Florence and the Quinquecens Hospital of the Paris, constructed by the French Emperor Louis IX on his return from the Crusades, are examples. അപ്പോൾ അതിന് ഉദാഹരണമെന്ന് പറയുന്നത് അതായത് പൗരസ്ത്യ കലയും വാസ്തുശില്പവും പാശ്ചാത്യ ശൈലിയിൽ വ്യാപകമായ സ്വാധീനം ചെലുത്തിയെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അവയ്ക്ക് ഉദാഹരണങ്ങളാണ് കുരിശ് യുദ്ധത്തിൽ പങ്കെടുത്ത് തിരിച്ചു വന്നതിന് ശേഷം ഫ്രഞ്ച് ചക്രവർത്തി ലൂയി 9 പണികഴിപ്പിച്ച പാരീസിലെ ആദ്യത്തെ ആശുപത്രി ക്വിൻസെവിങ്സ്റ്റൺ, പിന്നീട് ഫ്ലോറൻസിലെ പ്ലാറ്റോണിക് അക്കാദമി. അത് രണ്ടും ഓർത്തിരിക്കുക. പിന്നീട് നെക്സ്റ്റ് പാരഗ്രാഫ് ദ വെസ്റ്റേൺ മ്യൂസിക് ഹാഡ് ഇറ്റ്സ് ബിഗിനിങ് ഇൻ ദ മിഡീവിയൽ പീരീഡ്. അപ്പം വെസ്റ്റേൺ മ്യൂസിക് എന്ന് വെച്ചാൽ പാശ്ചാത്യ സംഗീതത്തിന് അതിൻ്റെ ആരംഭമുണ്ടായത് മധ്യകാലഘട്ടത്തിലാണ്. പള്ളികളിലെ സംഗീതത്തോടൊപ്പം മതേതര സംഗീതവും ആ കാലഘട്ടത്തിൽ വികസിച്ചു. അപ്പോൾ ആ കാലഘട്ടത്തിൽ എന്താണെന്ന് വെച്ചാൽ എലോങ് വിത്ത് ചർച്ച് മ്യൂസിക്, പള്ളികളിൽ പാട്ടുകളുണ്ടായിരുന്നു. അതോടുകൂടി സെക്യുലാർ മ്യൂസിക്, മതേതരമായിട്ടുള്ള മ്യൂസിക്കുകളും അവിടെ ഉണ്ടായി. മ്യൂസിക് ഓൾസോ ഡെവലപ്ഡ് ഡ്യൂറിങ് ദി period. The influence of Arabic music is visible in the European music in the period of 500 to 1400 CE. അതായത് CE 500 മുതൽ 1400 വരെയുള്ള കാലഘട്ടത്തിൽ യൂറോപ്യൻ സംഗീതത്തിൽ അറബി ഗാനങ്ങളുടെ ഒരു സ്വാധീനവും നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നീട് ഉമ്മവിയ അബ്ബാസിയ ഖലീഫമാരുടെ കാലഘട്ടത്ത് അറബി സംഗീതം കൂടുതൽ വികാസം പ്രാപിക്കുകയുണ്ടായി. During the Umayyad and Abbasid Caliphates, Arab music progressed considerably. Ibn Masija was the greatest musician of the Umayyad period. അപ്പോൾ ഉമ്മവിയ കാലഘട്ടത്തിലെ ഏറ്റവും പ്രശസ്തനായ ഒരു സംഗീതജ്ഞനാണ് ഇബൻ മസ്ജ. ഓർത്തിരിക്കണം, ഇബൻ മസ്ജ. അദ്ദേഹം സിറിയയിലൂടെയും പേർഷ്യയിലൂടെയും സഞ്ചരിച്ച ബൈസാൻറ്റിയൻ സംഗീതത്തിലും പേർഷ്യൻ സംഗീതത്തിലും അറിവ് നേടുകയും അറബ് സംഗീതത്തിന് ആരംഭം കുറിക്കുകയും ചെയ്തു. അപ്പം അദ്ദേഹത്തിൻ്റെ സഞ്ചാരങ്ങളിലൂടെയൊക്കെ അദ്ദേഹത്തിന് ഈ സംഗീതത്തോടുള്ള അദ്ദേഹത്തിന് ആഭിമുഖ്യം കൊണ്ടിട്ടും ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കുവാനായിട്ട് സാധിച്ചു. ഈ സ്റ്റാർട്ടഡ് അറബ് മ്യൂസിക് ബൈ ഒബ്റ്റൈനിങ് നോളേജ് ഓഫ് ബൈസാൻറ്റൈൻ ആൻഡ് പേർഷ്യൻ മ്യൂസിക് ത്രൂ ഹിസ് ട്രാവൽസ് ഇൻ സിറിയ ആൻഡ് പേർഷ്യ. അപ്പോൾ ഇങ്ങനെയുള്ള യാത്രകളിലൂടെയൊക്കെ അവരുടെ സംസ്കാരങ്ങളിലും അവരുടെ സംഗീതമൊക്കെ വിനിമയം ചെയ്യപ്പെട്ടു. Then Ibn Muhriz and Ibn Surai were the two other important musicians of this time. അപ്പം വേറെ 2 സംഗീതജ്ഞരുടെ പേരും കൂടി അവിടെ പറയുന്നു. പ്രശസ്തരായ സംഗീതജ്ഞർ വേറെ ഉള്ളത് ഇബൻ മുഹ്റിസും ഇബൻ സുരായിയുമാണ്.
ഇബൻ മിസ്രയെ കൂടാതെ. മധ്യകാല ലോകത്തെ സാഹിത്യകൃതികളിലെ പ്രധാന പ്രതിപാദ്യം മതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരുന്നു. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിലെ സംഗീതം എന്ന് പറയുന്നത് മതപരമായിട്ടായിരുന്നു കൂടുതലും റിലേഷൻ ഉണ്ടായിരുന്നത്. മിഡീവൽ ലിറ്ററേച്ചർ were related to religion, yet other subjects were also treated as themes of writings of this period. Some authors and their works of the period are given below. അതായത് പിന്നീട് മതപരമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു കൂടുതലും സാഹിത്യ കൃതികളിലുണ്ടായിരുന്നത്. എന്നാൽ മറ്റു വിഷയങ്ങളും ഈ കാലഘട്ടത്തിൽ രചനകൾക്ക് അവരെടുത്തിരുന്നു. അക്കാലത്തെ ചില സാഹിത്യകാരന്മാരും അവരുടെ കൃതികളുമുള്ള ഒരു പട്ടികയാണ് നമുക്കിനി പഠിക്കാനുള്ളത്. ഈ പട്ടിക നിങ്ങൾ കാണാതെ തന്നെ പഠിക്കണം. കാരണം മിക്കവാറും 9ാം ക്ലാസ്സിൻ്റെ എക്സാമിന് ഈ ഓതേഴ്സും അവരുടെ വർക്ക്സും ചോദിക്കാറുണ്ട്. അതിൽ ഫസ്റ്റ് ഓതർ എന്ന് വെച്ചാൽ ഒമർ ഖയ്യാം റുബയ്യാത്ത്. നോക്കുക, ഒമർ ഖയ്യാം റുബയ്യാത്ത്. അൽ ഫിർദൗസി ഷാനാമ. ദെൻ ഇബ്നു ഖൽദൂൻ കിതാബുൽ ഇബാദ്. തോമസ് അക്വിനാസ് സമ്മ തിയോളജി. ദെൻ സെയിൻറ്റ് അഗസ്റ്റിൻ സിറ്റി ഓഫ് ഗോഡ്. പീറ്റർ അബിലാഡ് ഡയലോഗ്. ദെൻ കൽഹണൻ രാജതരംഗിണി. ജയദേവൻ ഗീതാ ഗോവിന്ദം. ഇത്രയും നിങ്ങൾ ഈ സാഹിത്യകാരന്മാരുടെയും അവരുടെ കൃതികളുടെയും പേരുകൾ കാണാതെ പഠിക്കേണ്ടതാണ്. അവിടെ ഒരു സ്റ്റാച്യു ഓഫ് ഫിർദൗസി കൊടുത്തിട്ടുണ്ട് റോമിലെ നിങ്ങളുടെ ടെക്സ്റ്റിൽ. അത് സാന്റ ട്രിനിറ്റ മഡോണയുടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അവരുടെ കലാപരമായിട്ടുള്ള കഴിവുകൾ കാണിക്കുന്ന ഒരു സ്കൾപ്ചറും പെയിൻറ്റിങ്ങുമാണ്. പെയിൻറ്റിങ്സ് ഓൾസോ പ്രോഗ്രസ് കൺസിഡറബിളി ഡ്യൂറിങ് ദ മിഡീവൽ പീരീഡ്. മേജർ തീം ഓഫ് ദ പെയിൻറ്റിങ്സ് വർ റിലീജിയൻ. നമ്മൾ പറഞ്ഞ ബുക്കുകൾ മതപരമായിട്ടുള്ള ബുക്കുകളിലൊക്കെ എഴുതിയിരുന്നത് പോലെ സംഗീതവും എഴുതിയിരുന്നത് പോലെ തന്നെ പെയിൻറ്റിങ്സും എന്ന് പറഞ്ഞാൽ അതും ഇതുപോലെ റിലീജിയനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. മേജർ തീം ഓഫ് ദ പെയിൻറ്റിങ്സ് വാസ് റിലീജിയൻ. സാന്റ ട്രിനിറ്റ മഡോണ ആൻഡ് ദി സണ്ണി ഡി പെപ്പോ ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ദി പ്രോഗ്രസ് ഓഫ് ദി പെയിൻറ്റിങ് ഡ്യൂറിങ് ദിസ് പീരീഡ്. അതിന് ഉദാഹരണമായിട്ട് പറയുന്ന രണ്ട് കാര്യങ്ങൾ, അതായത് സണ്ണി ഡി പെപ്പോ വരച്ച സാന്റ ട്രിനിറ്റ മഡോണ എന്ന ചിത്രം മധ്യകാലഘട്ടത്തിലെ ചിത്രകല കൈവരിച്ച വികാസത്തിന് ഉദാഹരണമാണ്. ദെൻ അടുത്തത് ശാസ്ത്രം. ശാസ്ത്രരംഗത്ത് ശ്രദ്ധേയമായിട്ടുള്ള സംഭാവന നൽകിയ നിരവധി പണ്ഡിതന്മാർ മധ്യകാല ലോകത്ത് ജീവിച്ചിരുന്നു. Many scholars who made the notable contributions to the field of the science lived during the medieval period. അപ്പോൾ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, സ്കോളേഴ്സിൻ്റെ പേരും അവരുടെ കോൺട്രിബ്യൂഷൻ. ഇബൻ സിന കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അവരുടെ ഏത് മേഖലയിലാണ്? മെഡിക്കൽ, സയൻറ്റിസ്റ്റ്, ഫിലോസഫർ. അതായത് വൈദ്യശാസ്ത്രജ്ഞനായിരുന്നു അദ്ദേഹം, ഒരു തത്വചിന്തകനും ആയിരുന്നു. ദെൻ അബു അൽ ഖാസിം അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഹി വാസ് ദി ഫാദർ ഓഫ് ദി സർജറി, അതായത് ശസ്ത്രക്രിയയുടെ പിതാവ്. ദെൻ അൽ ബിറൂനി എന്ന് പറഞ്ഞാൽ ആരാ? അദ്ദേഹത്തിൻ്റെ സംഭാവന ഫോർമുലേറ്റഡ് ദ ബേസിക് ഐഡിയോളജീസ് ഓഫ് ജിയോളജി ആൻഡ് ആന്ത്രോപോളജി, അതായത് ഭൂഗർഭശാസ്ത്രത്തിൻ്റെയും നരവംശ ശാസ്ത്രത്തിൻ്റെയും അടിസ്ഥാന ആശയങ്ങൾ അദ്ദേഹം രൂപപ്പെടുത്തി. നെക്സ്റ്റ് വൺ ഈസ് മുഹമ്മദ് അൽ റാസി ഗേവ് കോൺട്രിബ്യൂഷൻസ് ടു മെഡിക്കൽ സയൻസ്. അദ്ദേഹത്തിൻ്റെ സംഭാവന എന്ന് പറയുന്നത് വൈദ്യശാസ്ത്രത്തിലായിരുന്നു. നെക്സ്റ്റ് വൺ ഈസ് റോജർ ബേക്കണിൻ്റെ സംഭാവന എന്താണ്? പേവ്ഡ് ദ വേ ഫോർ ദി ഇൻവെൻഷൻ ഓഫ് ഓട്ടോമൊബൈൽസ് ആൻഡ് എയർക്രാഫ്റ്റ്, അതായത് യന്ത്രനിർമ്മിത വാഹനങ്ങളുടെയും ആകാശയാനങ്ങളുടെയും കണ്ടുപിടുത്തത്തിന് അദ്ദേഹത്തിന് ഒരു അടിത്തറയിട്ടു. ദെൻ ലാസ്റ്റ് വൺ ഈസ് ഭാസ്കര ടു ഗേവ് നോട്ടബിൾ കോൺട്രിബ്യൂഷൻസ് ടു ആസ്ട്രോണമി. ഭാസ്കര രണ്ടാമൻ എന്ന് പറയുന്നത് ജ്യോതിശാസ്ത്രത്തിന് ശ്രദ്ധേയമായിട്ടുള്ള സംഭാവന നൽകിയ വ്യക്തിയാണ്. ഇത്രയുമാണ് പണ്ഡിതന്മാരും അവരുടെ സംഭാവനകളൊന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് വൺ, ലെറ്റ് us see the contribution of the Arabs to the medieval science. അപ്പോൾ മധ്യകാലഘട്ടത്തിലെ അറബികൾ മധ്യകാല ശാസ്ത്രത്തിന് എന്തൊക്കെ സംഭാവനകളാണ് കൊടുത്തിരുന്നത്? ഇതും 2 മാർക്ക് ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ദ അറബിക് ന്യൂമറൽസ് ആൻഡ് സീറോ ഫ്രം ഇന്ത്യ വർ പോപ്പുലറൈസ്ഡ് ഇൻ യൂറോപ്പ്. അപ്പോൾ അറബ്സിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അറബി അക്കങ്ങളും പൂജ്യവും ഇന്ത്യയിൽ നിന്ന് യൂറോപ്പിൽ പ്രചരിപ്പിച്ചു. സെക്കൻഡ് പോയിന്റ്, കെമിസ്ട്രി വാസ് ഡെവലപ്ഡ് ആസ് എ സയൻസ്, അതായത് രസതന്ത്രത്തെ ഒരു ശാസ്ത്രം എന്ന നിലയിൽ വികസിപ്പിച്ചു.
Third point, the Arabs were the inventors of the subjects like algebra and optics. അപ്പം ബീജഗണിതത്തിൻ്റെയും ഓൾജിബ്ര, പിന്നീട് പ്രകാശശാസ്ത്രം അതായത് ഒപ്റ്റിക്സ്, അതിൻ്റെയും ഉപജ്ഞാതാക്കൾ അറബികൾ ആയിരുന്നു. അത്രയും നിങ്ങൾ ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ പഠിക്കുന്ന പോലെ പഠിക്കുക. ദ ക്രൂസേഡ്സ് ഫെസിലിറ്റേറ്റഡ് ദ എക്സ്ചേഞ്ച് ഓഫ് സയൻറ്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ നോളേജ്. The Europeans got acquainted with the technical know-how through their Arab contacts. Some of them are given below. അതായത് കുരിശ് യുദ്ധങ്ങൾ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ വിജ്ഞാനത്തിൻ്റെ കൈമാറ്റത്തിൻ്റെ ഒരു പ്രധാന കാരണം ആയി. നേരത്തെ നമ്മൾ കണ്ടതാണത്. അറബികളുമായിട്ടുള്ള അവരുടെ ബന്ധത്തിലൂടെ യൂറോപ്യൻ ജനത പരിചയിച്ച സാങ്കേതിക ജ്ഞാനങ്ങളിൽ ചിലത് താഴെ കൊടുക്കുന്നു. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് അറബികളുമായിട്ടുള്ള ബന്ധത്തിലൂടെ യൂറോപ്യൻ ജനത പരിചയിച്ച സാങ്കേതിക ജ്ഞാനങ്ങൾ എന്തൊക്കെ ആണ്, അതങ്ങനെ തന്നെ പഠിക്കണം. ദി യൂറോപ്യൻസ് അക്വൈൻറ്റഡ് വിത്ത് ടെക്നോളജിക്കൽ നോ ഹൗ ത്രൂ അറബ്സ് കോണ്ടാക്ട്. വാട്ട് ആർ ദേ? ഫസ്റ്റ് വൺ ഈസ് ദി ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ടെലസ്കോപ്പ്. അതായത് ടെലസ്കോപ്പിൻ്റെ നിർമ്മാണത്തിനായിട്ടുള്ള ഉപകരണങ്ങളെക്കുറിച്ച് പഠിച്ചു. സ്ട്രീറ്റ് ലൈറ്റ്സ് ഓഫ് ദ സിറ്റീസ് ആൻഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്രോഗ്രാംസ്, നഗരങ്ങളിലെ തെരുവ് ദീപങ്ങൾ, മാലിന്യ നിർമ്മാർജ്ജന പദ്ധതികൾ. ദെൻ മെക്കാനിക്കൽ ക്ലോക്ക്സ്, പ്രിൻസിപ്പിൾ ഓഫ് ദി ഗിയർ, അതായത് ഗിയറിൻ്റെ തത്വം. പിന്നീട് ശസ്ത്രക്രിയ ഉപകരണങ്ങൾ, അതായത് സർജിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, ഓൾജിബ്ര, ആൽക്കമി ആൻഡ് ട്രിഗ്നോമെട്രി. ഓൾജിബ്ര എന്ന് വെച്ചാൽ ബീജഗണിതം, പിന്നീട് ആൽക്കമി, പിന്നീട് ത്രികോണമിതി. ഇവയൊക്കെ അറബികളുമായിട്ടുള്ള ബന്ധത്തിലൂടെ യൂറോപ്യൻ ജനത പരിചയിച്ച സാങ്കേതിക ജ്ഞാനങ്ങളിൽ ചിലത് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മിഡീവൽ ചൈന ഓൾസോ മെയ്ഡ് ഗ്രേറ്റ് കോൺട്രിബ്യൂഷൻസ് ഇൻ പ്രോഗ്രസ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. അപ്പം മധ്യകാലഘട്ടത്തിൽ ചൈനയും ചില പ്രോഗ്രസ് ഉണ്ടാക്കിയിട്ടുണ്ട് സയൻസിലും ടെക്നോളജിയിലും. എന്തൊക്കെയാണ്? ഗൺ പൗഡർ, സീസ്മോഗ്രാഫ്, മറൈനേഴ്സ് കോമ്പസ്, പ്രിൻറ്റിംഗ് ആൻഡ് ആസ്ട്രാലാബ് യൂസ്ഡ് ബൈ അസ്ട്രോണമേഴ്സ് ആൻഡ് നാവിഗേറ്റേഴ്സ് വർ ദി കോൺട്രിബ്യൂഷൻസ് ഓഫ് ദി മിഡീവിയൽ ചൈന. അപ്പം മധ്യകാല ചൈനയുടെ സംഭാവന എന്ന് പറയുന്നത് വെടിമരുന്ന് നിർമ്മാണം, പിന്നീട് ഭൂകമ്പമാപിനി, വടക്ക് നോക്കി യന്ത്രം, അച്ചടി, ജ്യോതിശാസ്ത്രജ്ഞരും പിന്നീട് നാവികരും ഉപയോഗിച്ചിരുന്ന ആസ്ട്രോലാബ് എന്ന് പറയുന്ന ഉപകരണം. ആസ്ട്രോലാബ് എന്താണെന്ന് നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ ആസ്ട്രോലാബ് എന്ന് പറയുന്ന ഒരു ഉപകരണം ഒരു വട്ടത്തിലൊരിക്കുന്നൊരു ഉപകരണമാണ്. പിന്നീട് യൂറോപ്പിൽ പ്രചരിപ്പിച്ച മധ്യകാല പൗരസ്ത്യ ദർശനങ്ങളും ശാസ്ത്ര സാങ്കേതിക വിദ്യകളും ആധുനിക ലോകത്തിൻ്റെ ഉദയത്തിനും വ്യാവസായിക ശാസ്ത്രങ്ങളുടെ പുരോഗതിക്കും ഒരു അടിത്തറ ഏകാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും നോക്കുക. The spread of the Eastern ideas and knowledge of science and technology to the Europe in the medieval period led to the emergence of modern world and provided the base for the industrial and scientific progress. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. അപ്പോൾ അതിന് മുൻപായിട്ട് ഒരു ചെറിയ പാരഗ്രാഫ് ഒന്ന് കൊടുത്തിട്ടുണ്ട് നോക്കുക. അതായത് ക്ലോക്ക് ടവർ കൊടുത്തിരിക്കുന്നു. അതായത് കൈഫങ്ങിലെ ക്ലോക്ക് ടവർ നോക്കുക, എന്താണത് നോക്കുക. Clock Tower of Kaifeng. It was the Chinese who had made the clock tower for the first time in the world in the 8th century. There were descriptions of the Chinese records regarding the astronomical water clock with a 12-meter height. അപ്പം ഈ ക്ലോക്ക് ടവർ എന്ന് പറയുന്ന ലോകത്ത് ആദ്യമായിട്ട് നിർമ്മിച്ചത് ചൈനയാണ്. അത് ജലശക്തിയാൽ പ്രവർത്തിക്കുന്ന 12 മീറ്റർ ഉയരത്തിലുള്ള ജ്യോതിശാസ്ത്ര ക്ലോക്കിനെ കുറിച്ച് ചൈനീസ് രേഖകളിൽ വിവരിക്കുന്നുണ്ട്. ഈ ക്ലോക്കിൻ്റെ ഭാഗമായ ചെറിയ മനുഷ്യരൂപങ്ങൾ ഇടവേളകളിൽ മണിയടിക്കുകയും പിന്നീട് ചെണ്ട കൊട്ടുകയും ചെയ്യുമായിരുന്നു. അതൊരു അതിനെന്ന് പറഞ്ഞൊരു ചെറിയൊരു വിവരണം അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പാഠത്തിൽ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. അതായത് യൂറോപ്പിൽ പ്രചരിച്ച മധ്യകാല പൗരസ്ത്യ ദർശനങ്ങളും ശാസ്ത്ര സാങ്കേതിക വിദ്യകളും ആധുനിക ലോകത്തിൻ്റെ ഉദയത്തിനും പിന്നീട് വ്യാവസായിക ശാസ്ത്രരംഗങ്ങളുടെ പുരോഗതിക്കും ഒരു അടിത്തറ ഏകി എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്ത് പഠിച്ചത്. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചാപ്റ്ററാണ്, ഒരുപാട് അറിവ് നൽകുന്ന ചാപ്റ്ററാണ്. അവിടെ തന്നെ കിഴക്കും പടിഞ്ഞാറും വിനിമയങ്ങളുടെ കാലഘട്ടം എന്ന് പറഞ്ഞിട്ട് വാണിജ്യം സംസ്കാരം എന്ന് പറഞ്ഞ് 2 കോളങ്ങളായിട്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, ഒരു ഫ്ലോ ചാർട്ട് പോലെ. അത് നിങ്ങളൊന്ന് നോക്കി പഠിക്കുക. ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് എറ ഓഫ് എക്സ്ചേഞ്ചസ്, അതിൽ ട്രേഡ് റൂട്ട്,
സിൽക്ക് റൂട്ട്, സ്പൈസ് റൂട്ട്, ട്രേഡിംഗ് സെൻറ്റേഴ്സ്, ഫോർമേഷൻ ഓഫ് ടൗൺസ്, ഗിൽഡ്. അത്രയുമാണ് ട്രേഡിൽ വരുന്നത്. കൾച്ചറൽ അത് നമ്മൾ ആദ്യത്തെ ഭാഗം പഠിച്ചപ്പോൾ ആദ്യത്തെ വീഡിയോയിലുണ്ട് അത്രയും കാര്യങ്ങൾ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചതിൽ കൾച്ചറൽ, എഡ്യൂക്കേഷൻ, യൂണിവേഴ്സിറ്റീസ്, കൾച്ചറൽ എക്സ്ചേഞ്ച്, ആർട്ട്, ലിറ്ററേച്ചർ, മ്യൂസിക്, സയൻസ്. ഓക്കെ, താങ്ക് യു ഫോർ ലിസണിങ്. താങ്ക് യു.